ചെറുകുളത്തൂർ പാടശേഖര സമിതിയുടെ കൊയ്ത്തുത്സവം ഉദ്ഘാടിക്കുന്നതിനായിട്ട് കൃഷിഭവന്റെ നല്ല സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃഷിഭവന്റെ അനിൽകുമാർ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പതാ കൃഷിഭവൻ അസിസ്റ്റന്റ് രോഹിണി എത്തിയിട്ടുണ്ട്. ഈ ചെറുകുളത്തൂർ പാടശേഖര സമിതിയുടെ കാർഷിക രംഗത്തുള്ള ഈ ഒരു മുന്നേറ്റത്തെ കുറിച്ചിട്ട് മാഡത്തിന് എന്താ പറയാനുള്ളത്? നമുക്കിവിടെ കൃഷിഭവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പാടശേഖരാണ് ചെറുകുളത്തൂർ പാടശേഖരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള കർഷകര് ഏകദേശം ഈ ഒരു വൈകിയ സമയത്താണ് ഇവര് നെല്ലിറക്കാൻ വെള്ളത്തിന്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കാരണം. അപ്പൊ ഇവിടെ ഇപ്രാവശ്യം ഏകദേശം നമുക്കൊരു 70-75 സെന്റോളം 1.5 ഏക്കറോളം ഭൂമിയിൽ നെൽകൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 3/4 ഭാഗത്തോളം തരിശിലാണ് നെൽകൃഷി ചെയ്തിട്ടുള്ളത്. അവർക്ക് തരിശിന്റെ ആനുകൂല്യവും നമ്മളെ നെൽകൃഷി ചെയ്യുന്ന സാധാരണ ഡിപ്പാർട്ട്മെന്റിന്റെ ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് നല്ലൊരു ആനുകൂല്യം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെന്ന് വെച്ചാല് ഇവിടെ നമുക്ക് ഇപ്രാവശ്യം വിത്ത് നമ്മുടെ കൃഷിഭവനിന്ന് ഇറക്കി കൊടുത്ത വിത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ നെല്ല് കൊയ്തതിന് ശേഷം നമുക്കിവിടെ വിതയ്ക്കാനുള്ള പയറ്, എള്ള്, പിന്നെ മുത്താറി എന്നിവയെല്ലാം നമ്മൾ കൃഷിഭവൻ മുഖേന നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഈ നെല്ല് കൊയ്തതിന് ശേഷമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഇതിനൊരു തുടർ പ്രവർത്തനം കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഏതായാലും ശ്ലാഘനീയാണ്. താങ്ക് യു. സംഘകൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകള് പറയണത് ഇതെല്ലാം പഴയ കാലത്ത് അവരുടെയൊക്കെ പ്രപിതാക്കൾ ചെയ്തിട്ടുള്ള നല്ല കൃഷിയുടെ ഓർമ്മയ്ക്കായിട്ടാണെന്നാണ്. നമുക്ക് കൃഷിക്കാരിലൊരാളായുള്ള ഹസനോട് ഇതിനെ കുറിച്ചും ചോദിക്കാം. എന്താണ് ഹസ, പഴയകാല ആളുകളെ എങ്ങനെ ഓർമ്മിക്കുന്നത്? ഇതാ ഇങ്ങ് നോക്കിയിട്ട് പറ. കൃഷി ഉണ്ടാക്കിയിട്ട് പഴയ ആളുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. അവർ പഴയ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളും ഇനിയും ചെയ്തിട്ട് ഒരു സന്തോഷം ഞങ്ങളിലേക്ക് എത്താൻ വേണ്ടി അവരുടെ ഒരു ഊർജ്ജം എപ്പോഴും നിങ്ങളിലേക്ക് പ്രയോഗിക്കേണ്ടതാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ. അന്നും എന്നും എപ്പോഴും കർഷക തൊഴിലാളി, കൃഷിയെ സ്നേഹിക്കുന്ന വേലായുധേട്ടന് ഈ സംരംഭത്തെ കുറിച്ച് പറയാനുള്ളത് എന്താ നോക്കാം. അച്ഛനൊരു കർഷക തൊഴിലാളിയായിരുന്നു. അയാളെ മകനാണ് ഞാൻ. ഞങ്ങൾക്ക് കുറച്ചൊരു വയൽ ഇവിടെ ഉണ്ട്, അതിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. കൂട്ടായ്മയായിട്ട് ഇതിലെ കൂടുതൽ കൂടിയിട്ടുണ്ട്. ഈ സംരംഭം വലിയൊരു വിജയമാവും അല്ലേ? വിജയമാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഇനിയുള്ള അടുത്ത കൊല്ലങ്ങളിലും വർഷം കൂടി ഞങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അതിന് സർക്കാർ സഹായം കൂടി ഞങ്ങൾക്ക് കിട്ടണം. ആ കാലത്തെ ഒരു കർഷകനാണ്. എന്റെ വാപ്പ കൃഷിക്കാരനായിരുന്നു. അത് നമ്മൾ നിലനിർത്തി ഇതുവരെ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃഷിഭവന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹായങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും തക്ക സമയത്ത് ഇനിയുള്ള തലമുറകൾക്ക് ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പുതിയ തലമുറകൾക്ക് മാതൃകയായിട്ടാണ് ഹസ്സൻകുട്ടിയെ പോലുള്ള ആളുകൾ അല്ലേ? ഹസ്സൻകുട്ടി ആജീവനാന്ത ഒരു കൃഷിക്കാരനായിരുന്നു, ഇപ്പോഴും കൃഷിക്കാരൻ തന്നെയാണ്. ഇനിയുള്ള തലമുറ കൃഷിയെ അവഗണിക്കരുത് എന്നാണ് അബ്ദുള്ളക്കുട്ടി പറയുന്നത്. കൃഷിയാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യധാര എന്ന് പറയുന്നത്. ഓക്കേ.